ഗൈസ് നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിങ്ങിനെ കുറിച്ചിട്ടാണ്. INC എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് സ്റ്റുഡൻസ് ചോദിക്കാറുള്ളത്. ഒന്ന് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പും, രണ്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷവും. അതായത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ LBSന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഓൺ പ്രോസസ്സിങ്ങിലാണ് ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും. കേരളത്തിൽ ടോട്ടൽ 165 നഴ്സിംഗ് കോളേജുകളാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിലുള്ളത്. അറൗണ്ട് ഒരു 9,000-ഓളം, ഒരു ബിലോ 10,000 സീറ്റ്സ് ആണ് ഉള്ളത്. 9,935 സീറ്റാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ബിലോ ഒരു 10,000 സീറ്റ്സ് അവൈലബിൾ ആണ് കേരളത്തിന്റെ അകത്ത് നമുക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ. അപ്പോൾ ഈ 165 കോളേജിലും INC ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ INC ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലുള്ള പല കോളേജുകൾക്കും INC വരാത്ത കോളേജുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ LBS അലോട്ട്മെന്റ് കൊടുക്കുന്ന മുമ്പ് തന്നെ നമുക്ക് കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് INCയിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന കോളേജുകൾ ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ കേരളത്തിലെ LBS അലോട്ട്മെന്റ് നഴ്സിംഗിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഗവൺമെന്റ് കോളേജുകളെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളെയും കുറിച്ചിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എൻട്രി ഡൗട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ബെസ്റ്റ് കോളേജുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ INC എന്ന് പറയുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് എന്ന് പറയും. ഓൾ ഇന്ത്യ ലെവൽ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകൾക്കും നഴ്സിംഗ് കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ, അത് BSc നഴ്സിംഗ് ആവാം, ജനറൽ നഴ്സിംഗ് ആവാം, പോസ്റ്റ് BSc നഴ്സിംഗ് ആവാം, MSc നഴ്സിംഗ് ആവാം, നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും കണ്ടക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന ബോർഡാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു, ആദ്യം എന്ന് പറയുന്നത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൂടുതൽ കുട്ടികളും ചതിക്കപ്പെടുന്നത് കേരളത്തിന് പുറത്ത്, ഇപ്പോൾ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ തന്നെ LBS വഴി കയറി കഴിഞ്ഞതിന് ശേഷം പല കുട്ടികളും INC കിട്ടിയിട്ടില്ല, ഇനി കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി കുട്ടികളും പാരൻസും വിളിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്, കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിൽ എവിടെ ആയിക്കോട്ടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗിന്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗിന്റെ വെബ്സൈറ്റ് വഴി നമുക്കിത് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. LBS അലോട്ട്മെന്റ് കൊടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ LBSുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും വാട്സപ്പിൽ ലഭിക്കാൻ വേണ്ടിയിട്ട്, LBS മാത്രമല്ല എഡ്യൂക്കേഷൻ റിലേറ്റഡ് എല്ലാ കോണ്ടന്റുകളും +2 ശേഷം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആഫ്റ്റർ +2 മലയാളം ചാനലിലോട്ട് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് INCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ നമ്മൾ ചേരാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ INC ഉണ്ടോ എന്ന് പരിശോധിക്കാം. അപ്പോൾ INCയുടെ വെബ്സൈറ്റ് നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് INC തന്നെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണിക്കുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് INCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM പോലുള്ള എല്ലാ കോഴ്സുകളുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് INC ആണ്, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും. അപ്പോൾ ഇനി നമുക്ക് വെബ്സൈറ്റിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിനോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിനോ INC ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കൊടുക്കുക. ലിസ്റ്റ് ഓഫ് ഇപ്പോൾ ഇതിൽ കാണാം, നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം എല്ലാ വർഷത്തിന്റെയും 2025, 26, 24, 23, 22, 21, 20 മുതൽ 16 ഒരു കഴിഞ്ഞ 10 വർഷത്തെ INCയുടെ ലിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറന്റ് INCയുടെ ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് council recognized institution offering various programs inspected under section 13 and 14 of INC Act found suitable for the academic year 2025, 26 and 26, 27 എന്നുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് INCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേജ് വരുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഉണ്ട്. ഇതിലിപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിന്റെയും INC നമുക്ക് ഈ ഒറ്റ വെബ്സൈറ്റിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഇതിൽ കേരള, ഇപ്പോൾ LBS കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ ഉള്ള കോളേജുകൾക്ക് INC ഉണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ കേരള എന്ന് കൊടുക്കാം. നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് നോക്കാം. ഇപ്പോൾ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് പോലുള്ള ഡിസ്ട്രിക്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് മലപ്പുറം കൊടുത്തു. അതുപോലെ തന്നെ സെക്ടർ കൊടുക്കാം. സെക്ടറിൽ ഗവൺമെന്റ് കോളേജുകളുണ്ട്. ഇപ്പോൾ മലപ്പുറത്തുള്ള ഗവൺമെന്റ് കോളേജ് എന്ന് പറയുമ്പോൾ
മഞ്ചേരി ആയിരിക്കും വരുന്നത്. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് മഞ്ചേരി ആണ് ഗവൺമെന്റ് കോളേജ് വരുന്നത്. അതുപോലെ തന്നെ കോളേജ് ഓഫ് നഴ്സിംഗ് താനൂര് സിമെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് മലപ്പുറത്തുള്ളത്. മഞ്ചേരി 30 സീറ്റ് GNM-നും അതുപോലെ തന്നെ സിമെറ്റിൽ അറൗണ്ട് 60 സീറ്റാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ പ്രൈവറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് സെലക്ട് എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ കോളേജുകളും ഇതിൽ കാണിക്കും. അപ്പോൾ അൽഷിഫ് ഉണ്ട്, അൽമാസ് ഉണ്ട്, MES മെമ്മോറിയൽ കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജ് മഞ്ചേരി ഉണ്ട്. ഇങ്ങനെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ കോളേജുകളും ഇതിൽ കാണിക്കും. അപ്പോൾ ഇതിൽ മൗലാന പോലുള്ള സ്ഥാപനങ്ങൾ കാണിക്കാത്തത് ഇത് ഈ വർഷത്തെ INC ആണ്. പല കോളേജുകളും ഇതിൽ ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴയ INC-ലും കൂടി ഇപ്പോൾ ഇതിൽ 2026-27 വരാത്ത കോളേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പത്തെ INC-യുടെ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം. അതായത് 2025-26 INC-ൽ ഉണ്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോളേജുകൾ നല്ലതായിരിക്കും. കാരണം പുതിയ അപ്ഡേഷൻ വരുമ്പോഴായിരിക്കും പുതിയ കോളേജുകൾ വരുന്നത്. ഓരോ കോളേജുകളും ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിൽ നേരത്തെ നോക്കിയിലേറെ കോളേജുകൾ ഇപ്പോൾ MES കോളേജ് ഉണ്ട്, പെരിന്തൽമണ്ണുള്ള മിംസ് കോളേജ് ഉണ്ട്. ഇതൊക്കെ 2025-ലാണ്. കേരളത്തിൽ മലപ്പുറത്ത് മാത്രം 14ഓളം കോളേജുകൾക്കാണ് 2025 INC കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. ഇനിയിപ്പോൾ ടോട്ടൽ കേരളത്തിലെ എല്ലാ ഇതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കേരളം മാത്രം കൊടുത്ത് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് കോളേജുകളുടെ ലിസ്റ്റ് ഇതിൽ കാണിക്കും. ആദ്യത്തെ പേജിൽ 22 കോളേജ് ഉണ്ട്. ഇങ്ങനെ ടോട്ടൽ 10ഓളം കോളേജുകളാണുള്ളത്. നമുക്കിങ്ങനെ നെക്സ്റ്റ് പേജ് അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ കോളേജുകളുടെ INCs ഇതിൽ കാണിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ ഉള്ള കുട്ടികൾ ഇപ്പോൾ കർണാടക, ഇനിയിപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കോഴ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ പ്രൈവറ്റ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ GNM എന്ന് പറയുന്ന കോഴ്സ്, ഇപ്പോൾ നഴ്സിംഗിന്റെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ GNM ഉള്ള കോഴ്സ് മാത്രമുള്ള കോളേജുകൾ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാം. GNM-ന്റെ മാത്രം INC കേരളത്തിലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇത് കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് INC-ൽ ഉണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും നോക്കാം. ഇനി കേരളം മാത്രമല്ല, ഇപ്പോൾ നമുക്ക് കർണാടക ഇതിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാം. കർണാടകയിൽ നമുക്ക് നഴ്സിംഗ് പ്രോഗ്രാമുകൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർണാടകയിലുള്ള എല്ലാ നഴ്സിംഗ് കോളേജുകളും ഇതിൽ വരും. കർണാടകത്തിൽ അറൗണ്ട് ഒരു 600-ലധികം കോളേജുകളുണ്ട്. അപ്പോൾ ഇനി കോളേജുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, JSS എന്നൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ JSS കോളേജൊക്കെ ഇതിൽ കാണിക്കും. കണ്ടോ, JSS കോളേജ് ഓഫ് നഴ്സിംഗ് മൈസൂർ കാണിക്കും. അപ്പോൾ ഇവിടെ BSc നഴ്സിംഗിന് 200 സീറ്റ് ഉണ്ട്, MSc നഴ്സിംഗിന് സീറ്റ് ഉണ്ട്, പോസ്റ്റ് BSc ഉണ്ട്. അതുപോലെ തന്നെ പല കോഴ്സുകളുടെയും സീറ്റിന്റെ മെട്രിക്സ് ഇതിൽ കാണിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് സെർച്ച് ചെയ്തിട്ടും വേണമെന്നുണ്ടെങ്കിൽ കോളേജുകൾ കണ്ടുപിടിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് INC-യുടെ ലിസ്റ്റ് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് INC-യുടെ ലിസ്റ്റിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് INC-യുടെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും INC-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിലും ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിന് INC ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കേരളത്തിലെ മികച്ച കോളേജുകളുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ INC എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.